ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. അമ്മ എന്താ അമ്മ ഒരു പനി മാറിയത്? പണ്ടത്തെക്കാട്ടിലും അമ്മ സുന്ദരിയായല്ലോ. എങ്ങനെ ഇതൊക്കെ സംഭവിക്കണം? ഞങ്ങൾക്ക് നോക്ക്, ചൂടൊന്നും സഹിക്കാൻ പറ്റണ്ട, നമ്മുടെ പകുതിയായി പോയി. പക്ഷെ അമ്മ അല്ലല്ല, അമ്മ ആ പനിയൊക്കെ വന്ന് തളർന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് ഛർദ്ദിച്ച് ക്ലിനിക്കിലൊക്കെ പോയിരിക്കുമ്പോൾ അമ്മനെ കണ്ട ആ പെൺകുട്ടിയൊക്കെ പറഞ്ഞില്ലേ എന്താ ആൻറ്റി പറ്റിയെന്നൊക്കെ ചോദിച്ചില്ലേ? അപ്പൊ അങ്ങനെയുള്ള അമ്മ ഇന്ന് ആഹാ മഹാഭാഗ്യം. അത് അതിന്റെ ഒരു അഹങ്കാരം അമ്മയ്ക്ക് വന്നിട്ടുണ്ടോന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ. അഹങ്കരിക്കാറില്ലേ? ദേഷ്യപ്പെടാറുണ്ടോ? അച്ഛൻ ആവശ്യമില്ലാത്ത പറയണ്ട, അപ്പൊ ദേഷ്യപ്പെടുന്നില്ലല്ലോ. അച്ഛൻ ചീത്ത പറഞ്ഞുകൊണ്ട് ഉണ്ടാവില്ല, അപ്പ എന്താ ദേഷ്യപ്പെടാത്തത്? ചെറിയ മകനോട് എന്താ ദേഷ്യപ്പെട്ട്? ഞാൻ കണ്ടിട്ട് വർഷങ്ങളായല്ലോ. ഇനിയിപ്പോ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത്ര കൂടുതൽ ദേഷ്യപ്പെടില്ലല്ലോ. അതെന്താ പറയാറില്ല എന്ന് പറഞ്ഞാൽ അമ്മ അവൻ്റെ അടുത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത്. എന്നടുത്ത് മണ്ട പോടാ നിന്റെ പണി നോക്കിയിട്ട് എന്നൊക്കെ പറയും. പിന്നെ ഒന്നുണ്ട് അമ്മയെ മണ്ടം ചോദിച്ചാൽ ഞാൻ മണ്ടനാണോന്ന് എനിക്ക് തന്നെ ഒരു സംശയം വന്നു തുടങ്ങിയിട്ടുണ്ട് അമ്മ. അത് പറഞ്ഞാൽ മതി. എന്നിട്ട് ഇതൊരു കാര്യത്തിന് ക്ലാരിഫിക്കേഷൻ കിട്ടണം. കാരണം ഇത്രയും പേര് കാണണമല്ലേ. ഈ എന്തിനാ എന്നോട് മാത്രം അത്ര ദേഷ്യപ്പെട്ടതമ്മ? വികൃതി അതെന്തിനാന്നറിയാം അമ്മക്ക്? ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിന് ഈ പ്രഷറിന് ഏറ്റവും നല്ല മരുന്ന് എന്താ അറിയോ? ഒന്നില്ലെങ്കിൽ ചിരിപ്പിച്ചും കൊണ്ടിരിക്കുക, ഇടയ്ക്ക് ദേഷ്യം വരുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയൊരു മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അപ്പം എന്താ പറയുക, നമ്മുടെ ഊർജ്ജത്തിലാവും. അതിൻ്റെ പകരം ഇപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് അമ്മ വയ്യ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അമ്മക്ക് വയ്യാമ്മ കൂടും. ഇനി കൂടിയില്ലെങ്കിൽ അമ്മ വയ്യ അങ്ങനെ ഇത്ര കൊമ്മലൊക്കെ അമ്മയ്ക്ക് കൂടും. അതിൻ്റെ പകരം ഇടയ്ക്കൊന്ന് ദേഷ്യപ്പെടുത്തുക, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താവും? ഞാനിനി എണിച്ചിട്ടെങ്കിൽ ശരിയാവില്ല, ഈ ചെക്കനൊരു സ്വൈര്യം തരില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ എണിക്കാനൊരു ഇൻസ്പിറേഷൻ കൂടിയാണ്. പല മരുന്നുകളിൽ ഇതൊരു മരുന്നാണ് അമ്മ. ആയുർവേദ അമ്മ ഓല ഗ്രന്ഥങ്ങളിൽ നിന്ന് ആയുർവേദം പഠിച്ച് ആയുർവേദത്തിന് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ തളർന്നിരിക്കുന്ന വ്യക്തികൾക്ക് എണീക്കാനുള്ള പ്രചോദനം രണ്ട് രീതിയിൽ നൽകുക. ഒന്ന്, പോസിറ്റീവ് ആയിട്ട് അവരെ ഓരോരുത്തരുടെ മൈൻഡിനനുസരിച്ച് എണീപ്പിക്കാൻ നോക്കുക. രണ്ട്, നെഗറ്റീവ് പറഞ്ഞിട്ട് ദേഷ്യം പിടിപ്പിച്ചിട്ടെങ്കിലും അവർ എണീക്കണം. മനസ്സിലായില്ലേ? ഞാൻ ഇടയ്ക്ക് പോസിറ്റീവ് ചെയ്യും, അതിൽ പദം കണ്ടില്ലെങ്കിൽ ഇത്ര നെഗറ്റീവ് ചെയ്യും. അതിലൊക്കെ പദം കണ്ടിട്ടാണ് അമ്മ അങ്ങനെ വെക്കുന്നത്. മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് ആരെയാ? ഇന്നിപ്പോ മനുഷ്യന്റെ ഒരു കാര്യം പറഞ്ഞുതരാം. അമ്മ എന്തോ കട്ട് തിന്നുന്നുണ്ട് കേട്ടോ, നമ്മുടെ ചുണ്ടിലൊക്കെ ഉണ്ട്. എന്തോ തിന്നുന്നുണ്ട്, ഞാൻ അറിയാണ്ട് എന്തോ ഒരു സാധനം അമ്മ. അത് ബിസ്ക്കറ്റിന്റെ പൊടിയാണ്. അതിപ്പോ ഇപ്പൊ എടുത്തു കളഞ്ഞല്ലോ. ഇത് കാണുന്ന ആൾക്കാർക്ക് അറിയാലോ അമ്മ ഇടയ്ക്ക് ബിസ്ക്കറ്റ് ഒക്കെ തിന്നുണ്ട്. അതിനെന്താ നല്ലല്ലേ, കഴിച്ചോളൂ. ആഹാ, അപ്പൊ ഇവിടെ എന്തോ ഉള്ള സാധനം മസാല എന്താ വാരി വയലിട്ട് നോക്കിയതാണ്. ഈ മസാല വായിലിട്ട് നോക്കാത്ത ഉപ്പും മുളക് വായിലിട്ട് ഏതെങ്കിലും ആൾക്കാരുണ്ടാവും ഈ അടുക്കളയിൽ നിൽക്കുന്ന ആൾക്കാർ. ഈ അമ്മേനൊക്കെ ദത്തെടുക്കാൻ ചില ആൾക്കാർ തയ്യാറായിട്ടുണ്ടല്ലോ. അവരോട് എനിക്ക് സഹതാപമാണ്. കാരണം എന്താ അറിയോ, എനിക്ക് തന്നെ അമ്മേനെ സഹിക്കാൻ പറ്റില്ല. അവർ ദത്തെടുത്തിട്ട് എന്ത് ചെയ്യും അമ്മേനെ? അല്ല ഞാൻ എന്നെ ഒന്ന് പറഞ്ഞ രണ്ടിന് എന്നെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. നല്ല കാലത്ത് നീ എന്നോട് പറയായിരുന്നില്ലടാ. അച്ഛൻ്റെ ഉദ്ദേശം ദുരുദ്ദേശമാണ് കേട്ടോ. ഇനിയിപ്പോ ഇത്രയും വൈകിട്ട് നീ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആരും ഇതുവരെ കാണാത്ത അത്ഭുതമായ ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ വരുന്നത്. അതൊക്കെ ശരിയാണ്. ഇത് ആരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇത് വേണം ബീട്രൂട്ട് കഴിക്കും. ഒരുപാടൊന്നും കഴിക്കില്ല. ഇന്നത്തെ കറികളൊക്കെ ഇരിക്കുന്നുണ്ട്, എന്നാലും എനിക്ക് നിർബന്ധം എന്തെങ്കിലും പച്ചക്കറി വേണം. അപ്പൊ ഞാന് ഇന്ന് ഈ മെഴുകുവരട്ടി ഉണ്ടാക്കണം. പിന്നെ അവർക്ക് കാണിക്കാലോ, അവർക്ക് എന്നെ കാണുകയും ചെയ്യാലോ. പിന്നെ ഇതിൽ ചിലർ അബദ്ധം പറഞ്ഞിട്ടുണ്ട്, സുന്ദരി കുട്ടിയാണ്. അത് എനിക്കൊന്നും തോന്നുന്നില്ല കേട്ടോ. എങ്ങനെ സുന്ദരി കുട്ടിയായി മാറി? 5 മിനിറ്റ് കഴിഞ്ഞറിയാം സുന്ദരി കുട്ടിയുടെ. ഭഗവാനെ, ഈ 10 വയസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബൊക്കെ തുടങ്ങിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി തുടങ്ങാത്ത ആൾക്കാരും കൂടെ തുടങ്ങും. വയ്യാണ്ടായിട്ടും കൂടി 10 വയസ്സ് കുറഞ്ഞ പോലെയായി ഇപ്പോ. സൗന്ദര്യത്തിന് അവിടെ ഇവിടെയും പോയിട്ടൊന്നും കാര്യമില്ല കേട്ടോ.
ഇടയ്ക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് ഇത്രയും ഒന്ന് ചിരിച്ചും കളിച്ചൊക്കെ സംസാരിക്കുന്ന സൗന്ദര്യം വരുന്ന എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതുപോലൊരു വികൃതി വീട്ടിൽ എപ്പോഴും ഉണ്ടാവണം. ഞാൻ കുറച്ച് ദിവസം അവിടെ ടൂർ പോട്ടെ, മനസ്സിലാവും നമ്മുടെ കാര്യം. എന്നിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അച്ഛൻ ക്യാമറയും പിടിച്ച് നിന്ന് അപ്പം അറിയാം നമുക്ക് കേട്ടോ. എന്നെ പറഞ്ഞു അപ്പൊ ആ പേടി ഉണ്ടല്ലോ. എന്നിട്ട് സെൽഫി പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? പറഞ്ഞില്ല. ഇതാണ് ബീട്രൂട്ട്. ഇത് ഇവിടെ ഒന്നും കിട്ടാത്തതാണ്. ഇത് മേടിക്കണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഉഗാണ്ട പോണ്ടി വരും, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക. കടുക്, പിന്നെ ചില്ലി ഫ്ലേക്സ് ഒന്നും കാണില്ല, പറയുന്നുണ്ട്. വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് 2 കുറച്ച് കറിവേപ്പില, നമ്മുടെ സ്വന്തം കറിവേപ്പില. അപ്പൊ ആദ്യം ഞാൻ കടുക് എല്ലാവരും പറയുകയൊക്കെ ചെയ്യും, ഞാൻ ഉണ്ടാക്കുമ്പോ കാണിച്ചു. പാചകത്തിൽ 2 കാര്യം. പാചകത്തില് കറിവേപ്പിലയും, ജീവിതത്തിൽ ഈ കറിവേപ്പിലയും നമ്മ ഉപേക്ഷിക്കില്ല. 2 ആവശ്യം വരും. ഞാൻ കളയില്ല. എത്ര പ്രസിദ്ധമായ പാചകത്തിലും ഈ ആർക്കും വിലയില്ലാത്ത കറിവേപ്പില എങ്ങനെയാണോ അതേപോലെ ഏതൊരു അതന്നെ പറയണത്. അപ്പൊ വില കറിവേപ്പിലക്കൊക്കെ വില വന്നു. ഇപ്പൊ മാർക്കറ്റിൽ ഇതിനൊരു ഡിമാൻഡായി. ചെറുവല്ലിയല്ല, ചെറുള്ളി. അത് ഒന്നരാടെ നാക്ക് പഠിച്ചാൽ പോരാ, ഡെയിലി നാക്ക് പഠിക്കണം. ഇതിന് ഒരുപാട് ഉള്ളിയൊക്കെ ഇടും, പക്ഷെ എനിക്ക് അത് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ കുറച്ചാണുള്ളൂ. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, ഈ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെങ്കിൽ ഒന്നരാടെ നാക്ക് പഠിച്ചാൽ പോരാ. അല്ല, ഒരു ഒന്ന് ഇട്ട് നോക്കിയതാണ് എന്താ സത്യം എന്നറിയാൻ വേണ്ടിട്ട്. ഈ കറിവേപ്പിലയുടെ ഡിമാൻഡ് ഇപ്പൊ നമുക്ക് മനസ്സിലായോ? വാടിക്കരിഞ്ഞ് കറിവേപ്പില ഇല്ലാണ്ടായി. ഇപ്പൊ പച്ചക്കറികളിൽ കറിവേപ്പില ഉണ്ടാവുന്ന ഡിമാൻഡാണ്. അതെന്നെ പറയണത്, എല്ലാത്തിനും അതിൻ്റെ ആയ സമയമുണ്ട് താത്ത. ആ സമയത്ത് അല്ല ഈ ഒരുപാട് ഇങ്ങനെ കരിയണ്ട. അപ്പൊ തന്നെ നമുക്ക് ഈ ചുവന്ന എന്താ പറയാ വെള്ളമൊന്നും വേണ്ട, ഇത് തന്നെ വെള്ളം ഉണ്ടാവും. പിന്നെ ഇതിന് വേണ്ട ഉപ്പ് നമുക്ക് ഉപ്പ് ഇതിന് കുറച്ചാളുണ്ട്. ബീറ്റ്റൂട്ടിൽ ഒരു ഉപ്പിൻ്റെ അംശമുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ടില്ല. എല്ലാവരും ഉപ്പ് അറിയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതാണ്. അല്ല, ഉപ്പില്ലേ ബീറ്റ്റൂട്ടില്ലേ, അതിലൊരു ഉപ്പിൻ്റെ അംശമുണ്ട്. അപ്പൊ പച്ചക്കറിയിൽ ഉപ്പിടും പോലെ ബീറ്റ്റൂട്ടിൽ ഉപ്പിടില്ല. അതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി, മറ്റുള്ളതിൽ ഇടുന്നതിൻ്റെ പകുതി ഇട്ടാൽ മതി. എന്താ ബീറ്റ്റൂട്ടിലുണ്ട് ഉപ്പിൻ്റെ അംശം. ആണോ? അതിപ്പോഴാണ് മനസ്സിലായത്. മനസ്സിലായല്ലോ. അപ്പൊ അടുക്കളയിൽ നിന്നൊരു വൈജ്ഞാനികം കൂടി നമുക്ക് പഠിക്കാം അല്ലേ? എനിക്കറിയില്ലായിരുന്നു, എനിക്ക് വേറെ ഒരാൾ പറഞ്ഞില്ല. അമ്മക്ക് ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞു തരാനൊക്കെ ആൾക്ക് ശിഷ്യത്തെ ഏറ്റെടുത്താമ. അല്ല, ഞാന് ബീട്രൂട്ട് ഉണ്ടാക്കിയപ്പോ ഒരു ദിവസം നല്ല ഉപ്പ്. അപ്പൊ ആരോടോ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയാം, അയ്യോ ആ ബീട്രൂട്ടിന് ഇത്ര ഉപ്പിടരുത്, ബീട്രൂട്ടിന് ഉപ്പിന്റെ അംശം ഉണ്ട്. അത് ശരി. അപ്പോൾ ഈ കറിവേപ്പില എന്തിനാ അങ്ങനെ എടുത്തു പറഞ്ഞ് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ സാധാരണയായിട്ട് കേൾക്കാനുള്ള ചെറിയൊരു വാക്യമുണ്ട്. എന്താ അറിയുക, ഒരു വ്യക്തിയുടെ അച്ഛൻ ഭയങ്കര പ്രശസ്തനായിരിക്കും, അല്ലെങ്കിൽ അച്ചാച്ചൻ ഭയങ്കര പ്രശസ്തനായിരിക്കും, ആ കുടുംബം ഭയങ്കര പ്രശസ്തനായിരിക്കും. അപ്പോൾ പറയും, എന്തുകൊണ്ടാണെടാ ഇന്ന അച്ഛനെ ജനിച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ, ഇന്ന അച്ഛനെ ജനിക്കാത്തത് കൊണ്ടാണ് നീ അങ്ങനെ എന്ന് പറയുന്ന ആൾക്കാരുടെ സംവാദങ്ങൾ കേട്ടിട്ടുണ്ടോ അമ്മ? പലരും പറയും, ഞാൻ ആരാന്നറിയോ, ഏത് അച്ഛനെ ജനിച്ചാന്നറിയോ, ഏത് കുടുംബത്തിൽ ജനിച്ചാന്നറിയോ, ഏത് കുടുംബമേവരെ ജനിച്ചാന്നറിയോ എന്നൊക്കെ പറയും. അപ്പോൾ അവരോട് ഞാൻ എൻ്റെ ഇലയ ബുദ്ധിയിലൊന്ന് പറഞ്ഞു കൊടുക്കാൻ അതെ. അപ്പോൾ ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് യഥാർത്ഥത്തിൽ ചോദിക്കാനുള്ളൊരു ചോദ്യം എന്താ പറയുക, പലരോടും പല സന്ദർഭത്തിൽ നമ്മൾ അവിടെയൊക്കെ കേട്ട് കഴിവുകളാണത്. ഇപ്പോൾ സുരേഷ് ഗോപി പറയും തന്തയ്ക്ക് പറഞ്ഞത് കൊണ്ട് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ തന്തയ്ക്ക് പറഞ്ഞത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഇന്ന് അച്ഛനെ ജനിച്ചത് കൊണ്ട് ആരും മഹാത്മാരാവുന്നില്ല. അച്ഛൻ ഒരു നല്ല വ്യക്തിയായിരുന്നു, സമാജത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. ഒരു മകൻ അങ്ങനെ ആവണമെന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. വലിയൊരു കുലത്തിൽ ജനിച്ചു വന്നിട്ട് വലിയൊരു കുലത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ കുലമഹിമയിലുള്ളൊരു തറവാട്ടിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത തലമുറ അങ്ങനെ ആവണമെന്നുണ്ടോ? അപ്പോൾ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താ, പലരും പറയും ആ ചിലർ എന്ന് വെച്ചാൽ ആരോ ഉണ്ടാക്കി വെച്ച പേരിൽ തടമ്പിൽ
ഞാൻ വലിയവനാണെന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ട്. ചിലതല്ല, ഈ ലോകത്ത് അങ്ങനെ പ്രസിദ്ധിയായ വല്ല കാരണന്മാരുടെ വീട്ടിൽ നല്ല പേരൊക്കെ ഉണ്ടാക്കി വെച്ച് ആസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ തറവാട് പേര് വന്നിട്ട് നല്ല രീതിയിൽ അല്ലാത്ത ജീവിതം ജീവിച്ചിട്ടും അവർ ചില ആൾക്കാരെ ബഹുമാനിക്കുന്നുണ്ട്. അത് ബഹുമാനിക്കാൻ പാടില്ല. കാരണം എന്താ അറിയോ, ചില ആൾക്കാർ ബഹുമാനിക്കുന്ന അതിൻ്റെ ഒപ്പം തന്നെ അവർ വാക്കിന് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ അറിയോ, ഞാൻ ഇന്ന തറവാട്ടിൽ ജനിച്ചത് കൊണ്ട്. അതിനുള്ളൊരു ഉത്തരം ഞാൻ പറഞ്ഞു തരട്ടെ. ഇപ്പം നല്ല അച്ഛനെ ജനിച്ചത് കൊണ്ട് മാത്രം നല്ല മക്കളാവില്ല. അച്ഛൻ്റെ പാത പിന്തുടർന്ന് അച്ഛനെക്കാളിലും മികച്ചതാവാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ആ കുലത്തിനും വിലയുള്ളൂ, ആ അച്ഛനും വിലയുള്ളൂ. അല്ലാണ്ട് പേരിൻ്റെ ഒപ്പം ഇൻഷ്യൽ ഇട്ടത് കൊണ്ട് ആ മഹാനായ വ്യക്തി നിങ്ങളാവണമെന്നില്ല. അങ്ങനെ ആവുകയാണെങ്കിൽ മഹാഭാരതത്തിൽ സാമ്പ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ആരാന്നറിയോ അമ്മയ്ക്ക്? കൃഷ്ണന്റെ ഒരുപാട് മക്കളിൽ ഒരു മകനാണ്. അപ്പോൾ ജാംബവന്റെ മകൾക്ക് ജനിച്ച മകനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ പരമാത്മാവല്ലേ? ശ്രീകൃഷ്ണൻ ലോക കല്യാണത്തിന് വേണ്ടി എല്ലാ സ്ഥലത്തും നല്ലത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ അച്ചാച്ചനോ അമ്മയുടെ അച്ചാച്ചനോ അടുത്ത വീട്ടിലെ അച്ചാച്ചനോ അവൻ്റെ അച്ഛനോ അമ്മയോ ഒക്കെ എത്ര പ്രസിദ്ധി നേടിയിട്ടുണ്ടെങ്കിലും ഭഗവാനോടും പ്രസിദ്ധി നേടിയ ഒരു വ്യക്തി ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് എന്താണ് ശ്രീകൃഷ്ണൻ്റെ മകൻ നന്നാവാത്തത്? എന്തുകൊണ്ട് നന്നായില്ല? ഭഗവാന്റെ അംശമായിട്ടും കൂടിയും, ഭഗവാന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അംശം തന്നെയാണല്ലോ. ശിവപാർവതിമാർ ഒരുമിച്ച് വന്ന് വരദാനം നൽകിയതാണ്. ശ്രീകൃഷ്ണൻ ശിവനോട് തപസ് ചെയ്തു, ഇന്ന ആൾക്ക് ഇന്ന മകൻ ജനിക്കുന്നത് തപസ് ചെയ്തു. അപ്പം കിട്ടിയ ആ വരദാനം ഉണ്ടായിട്ടും കൂടി പാർവതിയും ശിവനും ഒരുമിച്ച് വന്ന് അനുഗ്രഹിച്ചിട്ടും കൂടി കൃഷ്ണന്റെ മകനായി ജനിച്ചിട്ട് അതിനേക്കാളിലും വലിയൊരു ഇനിഷ്യൽ ഉണ്ടോ ലോകത്ത്? പ്രപഞ്ച പരിപാലകനായ ശ്രീകൃഷ്ണന്റെ ഇനിഷ്യലിൽ ജനിച്ചിട്ടും കൂടി എന്തുകൊണ്ടാണ് സാമ്പ എന്ന് പറയുന്ന വ്യക്തിനെ ശ്രീകൃഷ്ണൻ തന്നെ തല്ലിക്കൊല്ലേണ്ടി വന്നു? അച്ഛന് ജനിച്ചത് മാത്രമാണെങ്കിൽ, അച്ഛന് ജനിച്ച മക്കളെല്ലാം ശ്രേഷ്ഠരാണെങ്കിൽ ശ്രീകൃഷ്ണന്റെ മകനും ശ്രേഷ്ഠനാവുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, വലിയൊരു അച്ഛന് ജനിച്ചു ഇന്ന ഇനിഷ്യലാണ്, ഇന്ന തറവാട്ട് പേരാണ് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ തറവാടികളായില്ല. ഇന്ന അച്ഛന് ജനിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ ഈ സമൂഹത്തിൽ വിലയുള്ളവനായില്ല. ആ അച്ഛൻ എന്ത് ചെയ്തോ അതിൻ്റെ പകുതിയെങ്കിലും ഈ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കണം. സമ്പത്ത് കൊണ്ടല്ലെങ്കിൽ നമ്മുടെ നല്ല നല്ല സന്ദേശങ്ങളും കൊണ്ടെങ്കിലും നമ്മുടെ ജീവിത രീതി കൂടെയെങ്കിലും നമ്മളങ്ങനെ മാറിയാൽ മാത്രമേ അച്ഛന് തുല്യ മക്കളായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല. ഇങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരോട് പറയുകയാണ്, എനിക്കൊരിക്കലും അമ്മയുടെ അച്ഛനാവണമെന്ന് ആഗ്രഹിക്കാനേ പറ്റില്ല. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ അച്ഛനായി മാറാൻ ശ്രമിക്കണം. അച്ഛൻ്റെ അച്ഛൻ ഇവരൊക്കെയാണ് ഫേമസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ. പിന്നെ ഒരു മുതുമുത്തശ്ശനുണ്ട്. അവരൊക്കെ ഉണ്ടാക്കി വെച്ച പേരൊക്കെ ഞാനടക്കം വരുന്ന ഏതെങ്കിലും പേരക്കുട്ടിക്ക് അടുത്തെത്താൻ പറ്റിയിട്ടോ. അപ്പോൾ നമ്മളടക്കം നിങ്ങളടക്കമുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ അച്ഛനാവണം, അച്ചാച്ചനാവണം, ആ കുടുംബമഹിമ ആ പേര് നിലനിർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളതിനു വേണ്ടി പ്രയത്നിക്കണം. വലിയ കുലത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ ജാതിയിൽ ശ്രേഷ്ഠനായില്ല. കർമ്മം കൊണ്ട് ശ്രേഷ്ഠനാവാൻ ഓരോ വ്യക്തികൾ മാത്രമാണ് ജാതിയിൽ ശ്രേഷ്ഠനാവുന്നത്. ഒരു ജാതി താഴെയല്ല, ഒരു ജാതി മുകളിലുമല്ല. ജാതിയിൽ ഉന്നത സ്ഥാനം നേടണമെങ്കിൽ, നിങ്ങളുടെ മനുഷ്യകുലത്തിൽ തന്നെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ കർമ്മപരം കൊണ്ട് മാത്രമേ ഉള്ളൂ. ബ്രാഹ്മണനും ഉയർന്ന ജാതിയല്ല, താഴെയുള്ളവനും താഴ്ന്ന ജാതിയല്ല. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളാണ് അവൻ്റെ മനുഷ്യനെന്ന ജാതിയിൽ അവനെ ഉത്തമനാക്കുന്നത്, അല്ലേ? ഇതൊക്കെ ഒരുപാട് നന്മയുള്ള ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പേരിൻ്റെ ഒപ്പം, അതേപോലെ ഒരു കള്ളന് ജനിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഒന്നും ഒരു ഭീരുവിന് ജനിച്ചത് കൊണ്ട് നീ ഭീരു ആവണമെന്നില്ല, നീ കള്ളനാവണമെന്നില്ല. ഒരു പ്രയത്നവും ചെയ്യാണ്ട് ഈ ഭൂമി വിട്ടു പോയ ഒരു അച്ഛൻ്റെ മകൻ, ഒന്നിനും കൊള്ളാത്ത അച്ഛൻ്റെ മകൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് വിചാരിക്കുക. നിന്നിലൂടെ ചരിത്രം തിരുത്തി എഴുതാൻ പറ്റും. അപ്പോൾ ഈ അച്ഛൻ എന്നുള്ള വിശ്വാസവും, നല്ല അച്ഛനാണെങ്കിൽ അച്ഛൻ സമൂഹത്തിൽ നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്താൻ ശ്രമിച്ച മക്കൾ വിജയികളാണ്. അതേപോലെ തന്നെ ഈ സമൂഹത്തിന് ദോഷം ചെയ്ത് മാത്രം നമ്മുടെ വിട്ടുപോയ അച്ഛനോ അമ്മയോ അച്ചാച്ചനോ മുത്തച്ഛനോ ഒരു കളങ്കം നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ കഴിവുള്ളതും നിങ്ങൾക്ക് തന്നെയാണ്. കാരണം നിങ്ങളുടെ കഥാപാത്രങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കേണ്ടത് നിങ്ങളുടെ കയ്യിലാണ്. അല്ലാതെ അച്ഛൻ്റെ കഥാപാത്രം അച്ഛൻ പൂർത്തീകരിച്ച് പോയി, അച്ചാച്ചൻ്റെ കഥാപാത്രം അച്ചാച്ചൻ പൂർത്തീകരിച്ച് പോയി, നിനക്ക് തന്നിട്ടുള്ള കഥാപാത്രങ്ങളിൽ നീ എന്ത് സന്ദേശമാണോ ഇവിടെ വിട്ടുപോകുന്നത് അതിലാണ് നിന്റെ പൂർത്തീകരണമുള്ളത്. അവിടെയാണ് നീ സമ്പൂർണ്ണനാവുന്നത്, അല്ലേ അമ്മ? നന്നായി അച്ഛൻ്റെ പാത പിന്തുടർന്നെങ്കിൽ പറയും, ആ നല്ലൊരു അച്ഛൻ്റെ മകനാണ്, അച്ഛനെക്കാളും പേര് എടുത്തു നല്ലൊരു മകൻ എന്ന് പറയും. അതേ ഒരു ചീത്തപ്പേരൊക്കെ ഉണ്ടാക്കി പോയ ഒരു അച്ഛൻ അത്ര ചീത്തപ്പേരുണ്ടാക്കിയാലും അവരുടെ മക്കളൊക്കെ നല്ല കുട്ടികളാന്ന് പറയും. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, നിന്റെ കർമ്മഫലം കൊണ്ടാണ് നീ പേര് കേൾക്കണത്. നീ ഏത് രീതിയിൽ വേണമെങ്കിലും കേൾക്കാം, അല്ലേ? അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒരു ദിവസം നിന്റെ കഴിവ് പുറത്തു വരട്ടെ, നീയായി മാറട്ടെ. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം, കുറച്ച് നമ്മുടെ എരിവിന് എത്ര വേണോ കുറച്ച്. ഇപ്പം എൻ്റെ കസിന് കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് എന്നോട് ചോദിച്ചു,
അല്ല നീ ഇത്രയൊക്കെ പറയാം, നീ എന്താ മൂക്കിൽ പല്ല് മുളച്ച മുതുമുത്തശ്ശനാണോ അപ്പൂപ്പനാണോ? അപ്പൊ ഞാൻ പറഞ്ഞു ഈ അപ്പൂപ്പന്മാർ മാത്രമല്ല ഇത് പറഞ്ഞു, നിനക്ക് കുറെ കോമഡികൾ മാത്രം പറഞ്ഞാൽ പോരെ. അല്ല, ഒരു നമ്മുടെ ഒരു പ്രയത്നത്തിന്റെ പിന്നാമ്പുറത്ത് ഞാനൊരു ക്യാമറയായി നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ശബ്ദത്തിലൂടെയെങ്കിലും ഞാൻ നല്ലവനായതുകൊണ്ട് മാത്രമല്ല ഞാനിത് പറഞ്ഞു. ഞാൻ നല്ലവനാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരാണ്, ഞാനല്ല. അത് കാരണം അതുകൊണ്ട് മാത്രമല്ല, നമുക്ക് നല്ലതായാലും പൊട്ടയായാലും കൊടുക്കുന്ന സന്ദേശത്തിലൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ, ഒരു സന്ദേശത്തിലൊരു നന്മയുണ്ടെങ്കിൽ, ആ നന്മ 4 പേര് കേൾക്കാൻ ഇടവന്ന് അതുകൊണ്ടൊരു നന്മ ഈ ഭൂമിയിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും പുണ്യപ്രവൃത്തികളാണ്. അപ്പോൾ ഇത് ഏതാണ്ടൊക്കെ ആയില്ല പെട്ടെന്നാവും. ഇതിന് വേറെ ഇതൊന്നും വേണ്ട. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം ആയിക്കോട്ടും ചില്ലി ഫ്ലെക്സ് കുറച്ചിട്ട് അവരുടെ ആവശ്യത്തിന് അത് ഇട്ട് കഴിഞ്ഞ് അത് ഓക്കെ കേട്ടോ. ഇതിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചെറുതായാലും വലുതായാലും നമ്മൾ ഓരോ പാചകങ്ങളായിട്ട് നിങ്ങളെ വിടാനുള്ള പരിപാടി ഇല്ല. നിങ്ങൾ വിട്ടാലും ഈ അമ്മ നിങ്ങളെ വിടാനുള്ള പരിപാടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താണ് അന്നേ ദിവസം ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഇന്ന് കുറേ ദിവസമായിട്ട് ഇഡ്ഡലിയും ദോശയാണ്, അത് നിങ്ങൾ കണ്ടു മടുത്തു. ഞാനും മടുത്തു. ഇഡ്ഡലി മടുത്തിട്ടില്ല, ദോശ മടുത്തു. ഇവന് ദിവസം ഇഡ്ഡലി കൊടുത്താലും ഇഷ്ടമാണ്, അതുകൊണ്ട് ഇവന് മടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് ഇഡ്ഡലി മടുത്തു ശരിക്കും പറയുന്നത്. പക്ഷെ അതേ കഴിക്കാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ പിന്നെ എനിക്കൊരു കാര്യം കൂടി അവരോട് പറയാനുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ദത്തെടുക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്നെ എടുത്താൽ മതി, എൻ്റെ അമ്മേനെ എടുക്കരുത്. ഈ കാണുന്ന പോലെ ഒന്നല്ല, നിങ്ങൾക്ക് സ്വയം ഉണ്ടാവില്ല. അത് മാത്രമല്ല 2-3 പെട്ടി മരുന്ന് തന്നെ മേടിച്ചു കൊടുക്കേണ്ടി വരും. ആനയ്ക്ക് പനമ്പറ്റ കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കേണ്ടി വരും. ഇതൊന്നും പറ്റില്ല. 2 നേരം ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി അപ്പുറത്തെ അതെന്താ അങ്ങനെ പറയണേ? ഏത് നേരം പറഞ്ഞോണ്ട് ഒപ്പം നടക്കും. എന്തെങ്കിലും ഒന്ന് പറയും. വീട്ടിലെല്ലാ സമയമില്ലേ, അത് പിന്നാലെ നടന്ന് നിങ്ങളെ കുറുമ്പ് കാട്ടിട്ട് നിങ്ങളെ വെറുപ്പിക്കും. അങ്ങനെ ആരെങ്കിലും എന്നെ ദത്തെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മിണ്ടാനും പറയാനും ആരും ഇല്ലാത്ത, കൂട്ടില്ലാത്ത ആരെങ്കിലും എപ്പോഴെങ്കിലും മിണ്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ എന്നെ ദത്തെടുത്തോളൂ. അതോട് കൂടിയിട്ട് നിങ്ങൾ വിചാരിക്കുക. പക്ഷെ ഇവരില്ലെങ്കിലാ ഇവിടെ ഞങ്ങൾക്ക് പറ്റൂല്ല. അങ്ങനെയാണ് ഇതിന്റെ സ്വഭാവം. അനിയനും പറയാ, ഇങ്ങനെയാണ്. അനിയനും പറയാലോ, എവിടെയെങ്കിലും പുറത്തു പോയി അയ്യോ അവനൊന്ന് വേഗം വന്നെങ്കിൽ എന്ന് തോന്നും. അനിയനും ഇടയ്ക്ക് പറയും ഈ ഏട്ടൻ്റെ സംസാരം ഒന്ന് കുറച്ചാൽ മതിയായിരുന്നു അല്ലേ. അമ്മയും പറയും, അച്ഛനും പറയും. പക്ഷെ ആ സംസാരം അവിടെ ഇല്ലെങ്കിലോ അനിയത്തിയും പറയും. അപ്പൊ ഇത് കുറച്ചു നേരം ഇവിടെ ഇല്ലെങ്കിലോ ഏട്ടൻ എവിടെ പോയി വന്നിട്ട് ഫോൺ വിളിച്ചു. 18, 19, 20 വയസ്സ് വരെ സംസാരിക്കേയില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അപ്പൊ ചെറുതാണ് സംസാരിക്കും. ചെറുത് കൂടുതൽ സംസാരിച്ചാൽ അവൻ കുറച്ചൊക്കെ. എന്നെ പഠിപ്പിച്ച മാഷിമാര് മുഴുവനും പറഞ്ഞിട്ടുണ്ട് ഇവനെന്തെങ്ങനെ ഊമയെ പോലെ സംസാരിക്കില്ലല്ലോ എന്ന് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും കുടുംബക്കാരും ഒക്കെ പറയാറുണ്ട്. പക്ഷെ ഒരു 20 വയസ്സങ്ങനെ കഴിഞ്ഞപ്പോ പിന്നെ സംസാരത്തിനൊരു കുറവില്ല. എന്താ ചെയ്യാ. പിന്നെ അത് കഴിഞ്ഞപ്പോ അപ്പോഴും അല്ലാതൊന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ ഈ അമ്മേൻ്റെ അടുത്തൊക്കെ വന്നൊന്ന് ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് സംസാരം കൂടിയത്. കാരണം അമ്മയുടെ ഈ സംസാരം കേട്ടിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ള ബുദ്ധി ഉണ്ടായത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് വന്ന എൻ്റെ അമ്മ ലോകത്ത് എവിടെയും കിട്ടാത്ത ഈ ബീട്രൂട്ട് ഉപ്പേരിയും കൂട്ടിയിട്ട് എന്നാ ഇന്നത്തെ മീൻചാറും സംഭവമൊക്കെ ഉണ്ടല്ലോ അല്ലേ. അത് ഞാൻ മീൻ വറുത്തത് മാത്രമേ കാണിച്ചുള്ളൂ. കുറച്ച് കറി വെച്ചു, അതിൻ്റെ തലയും വാലിന്റെ കഷ്ണമൊക്കെ എടുത്തിട്ട്. പിന്നെ മട്ടന്റെ നല്ല സൂപ്പർ ലിവർ ഉണ്ട്, അത് തരാം. പിന്നെ മോര് ഉണ്ട് നല്ല, അതൊന്ന് താളിച്ച്, ഇന്നിപ്പോ പച്ചമോര് താളിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണൊന്ന്. അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം തരാം. ഈ ചൂടത്ത് എങ്ങനെ വരിക അല്ലേ, ചൂടൊക്കെ മാറി ക്ലൈമറ്റ് ഒക്കെ ഒന്ന് നന്നാവട്ടെ, അപ്പൊ വരും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.